ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അവർ ഫാമിലി. എൻ്റെ കുഞ്ഞിത്താത്ത ചെറുക്കണൊക്കെ മക്കളെ. അങ്ങനെ സിനുവിൻ്റെ അടുത്തുനിന്നും കുഞ്ഞിത്താത്താനെ പിരിക്കാൻ പോകണം കുറച്ച് കാലത്തിന്. പോയി ഞാൻ അലേഹനെ എടുക്കാൻ പറ്റൂല ഡോക്ക്. ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ അലേഹനെ കൊണ്ടുപോവാണ്. ഇവിടെ അധികം ആളുകൾക്ക് നിൽക്കാൻ കഴിയൂല. അപ്പോൾ ഇവിടെ നിൽക്കണ ആരൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ന്യൂ ബേബിയും പിന്നെ സിനുവിൻ്റെ ഉമ്മയാണ് ഇവിടെ നിൽക്കുന്നത്. ഞാനും ഉമ്മയും അലേഹയും ഇവിടുന്ന് പോവുകയാണ് അല്ലേ. ഒരുപാട് ആളുകൾക്ക് നിൽക്കാൻ സ്ഥലമല്ല. ഇതാ ഇന്നെ പിടിക്ക് വേഗം വരുമൊന്നുമില്ല. ഞങ്ങൾ ഇനി കുറച്ച് കാലത്തിന് ഇല്ല. നിങ്ങളുടെ സുഖ ചികിത്സയും എല്ലാം കഴിഞ്ഞിട്ട് വരും. നിങ്ങൾക്ക് എല്ലാ സൗകര്യവും ഇവിടെ ഒരുക്കി തന്നിട്ടുണ്ട്. ലക്ഷറി പോസ്റ്റ് കെയർ, ഭക്ഷണം, ചികിത്സ, ആംബുലൻസ്. ഒരവ് കൊടുത്തോ. ഞാൻ എൻ്റെ കുട്ടി പോട്ടെ. ഒരവ എനിക്ക് വേണ്ട, അബ്ബക്കൊരവ വേണ്ട. ഗായ്സ്, അങ്ങനെ നമ്മൾ അലേഹനെ ആയിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി ഇന്നോളൊന്ന് കുടുക്കി. പാവ രാത്രി എന്താ ഇങ്ങനെ ഇരിക്കുക തന്നെ. ഞാൻ ചീത്ത അറിയിച്ചിട്ട് തൊട്ടിൽ ഇങ്ങനെ ഇരിക്കുക. എന്നിട്ട് ഇന്നെ ഇങ്ങനെ പൂച്ചക്കുട്ടികൾ നോക്കണ മാതിരി എൻ്റെ ഇടയിൽ കൂടെ നോക്കുക. എന്നിട്ട് ഞാൻ എന്നെ കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവുന്നെടുക്കുക, പിന്നെ വരിക, പിന്നെ മുഖത്ത് ഒരവ തരിക, സോപ്പ് ഇടുക. ഗൈസ് ഉറക്കല്ല. കാരണം എന്താ വെച്ചാൽ ഇന്നലെ ഞങ്ങൾ പോരുമ്പോൾ ഓള് വണ്ടൂരിൽ നിന്ന് ഉറക്കം തുടങ്ങിയിട്ട് പിന്നെ പെരിന്തൽമണ്ണ നീച്ചത്. വണ്ടൂരിന് മുന്നേ ഉറങ്ങിക്കണേ. അത്രയും നേരം ഉറങ്ങിക്കണേ. അതായത് ഞങ്ങൾ ഇന്നലെ ഇവിടെ എത്തിയപ്പോൾ തന്നെ 8-8:30-9 മണി ആയിക്കണേ. പിന്നെ ഓൾക്ക് ഉറങ്ങാനുള്ള സമയമല്ല. എനിക്കാണെന്നുണ്ടെങ്കിൽ ഉറക്കം വന്നിട്ട്, കാരണം വണ്ടി ഓടിച്ച് ആകെ ക്ഷീണിച്ചിരിക്കണേ. പിന്നെ അങ്ങനെ എന്താക്കി, ഞാൻ ഈ ഡോറ് തുറന്നിട്ട്, നമ്മുടെ റൂമിൻ്റെ ഡോറ് തുറന്നിട്ട്, അതായത് ഉമ്മ ലിവിങ്ങിലാണ് കിടക്കണേ. അപ്പോൾ കുറേ ആ ഇട്ടത്ത് ഉമ്മൻ്റെ അടുത്ത് വരും. ഉമ്മന്നെ ആണോ എന്ന് വന്ന് നോക്കുക. പിന്നെ അങ്ങോട്ട് തന്നെ വരിക. എന്തൊക്കെയോ ഓള് ചെയ്ത് അവസാനം ഒരു 12:30 മണിക്ക് ഞാൻ തൊട്ടിയിലിട്ട് 4 കുലുക്കൽ വിളിക്കിയപ്പോൾ ഓള് ഉറങ്ങി. പിന്നെ ഒരു 3:30 മണിക്ക് ബിഗ് ബോസിൽ സമയം നോക്കണ മാതിരിയായിരുന്നു. ബിഗ് ബോസ് 3:40 എന്ന് പറഞ്ഞ മാതിരി 3:30 മണിക്കോള് വീണ്ടും നീച്ച്. ഓൾക്ക് എന്താക്കി, ഓള് പിന്നെ ഞാൻ തൊട്ടിന്നെടുത്ത് എൻ്റെ അടുത്ത് കടത്തി. പിന്നെ ഒരു 4:30 മണിക്കൂർ, 1 മണിക്കൂർ എൻ്റെ അടുത്ത് കിടന്ന് വീണ്ടും നീച്ചു. തൊടാൻ പറ്റില്ല കേട്ടോ, ഞാൻ തൊടരുത്. ഇതാ അങ്ങോട്ട് പോയാ. ഓക്കെ ഗായ്സ്, അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ അലേഹൻ്റെ പുതിയ വിശേഷങ്ങൾ. ആകെ കുടുങ്ങി കുട്ടി പാരടുത്തൊക്കെ പോകണ്ടി. പക്ഷെ ഇവൾക്ക് എന്താ വെച്ചാൽ ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ. ഇവള് ഇതേനെ ഓടി നടക്കണ്ടില്ലമ്മ. രാത്രി മാത്രം ഒരു പ്രശ്നമുള്ളൂ. അതിപ്പോൾ ഓള് സിനു ഉണ്ടെന്നുണ്ടെങ്കിലും ആരുണ്ടെന്നുണ്ടെങ്കിലും ഓൾ അങ്ങനെ തന്നെ. രാത്രി ഓൾക്ക് ഉറക്കല്ല. ഒരു പൊട്ട് ഉറക്കുളിയിട്ട് കൊടുക്കാന്ന് പറഞ്ഞു. ഉമ്മാക്ക് എന്തായാലും നേരം പോവാൻ ഒരാളായി ഗൈസ്. അല്ലേ, നിങ്ങള് താഴത്തെ പെരേക്കൊക്കെ പോയിക്കോളിട്ട് അതിനകത്ത് ആ ചെരുപ്പിട്ട് കൊടുത്തായി നടന്നോളൂ. ഒരു കയ്യും പിടിച്ച് ഇങ്ങനെ നടന്നോളൂ റോഡിന്റെ അരുവത്ത് കൂടെ രണ്ടാളും. ചക്കരയായിരുന്നു നിങ്ങളെ ചെറിയ നേരം പോകുന്ന കുട്ടി. അടുത്ത കുട്ടി ഇങ്ങക്ക് വന്നിക്കണതാ. പിന്നെ കുറെ ആൾക്കാർ ഇന്നലെ ചോദിച്ചു, നിങ്ങൾക്ക് രണ്ടാൾക്കും പാടെ അവിടെ നിന്നൂടായിരുന്നില്ലേ എന്ന് ചോദിച്ചു. അവിടെ രണ്ടാൾക്ക് നിൽക്കാനുള്ള സൗകര്യം ഉള്ളൂ കേട്ടോ. അതായത് നമ്മൾ അങ്ങനത്തെ റൂമാണ് എടുത്തിട്ടുള്ളത്. വേറെ റൂം ഉണ്ടായിരുന്നു, ഡ്യൂപ്ലക്സ് റൂം ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ആദ്യം തന്നെ ബുക്ക് ചെയ്തത് അതായിരുന്നു. അതുകൊണ്ട് അവിടെ അധികം ആൾക്കാർക്കൊന്നും നിൽക്കാൻ പറ്റൂല അല്ലേ. നിൽക്കാനുള്ള സൗകര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളവിടെ നിന്നായിരുന്നു. ഉമ്മാക്ക് അവിടെ നിൽക്കണമെന്ന് താല്പര്യം ഉണ്ടായിരുന്നു അല്ലേ. അത്രയും ദൂരം അങ്ങനെ താല്പര്യം എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കണം എന്നുള്ളതല്ല, ഇത്ര ദൂരം ഞാൻ വണ്ടി ഓടിച്ച് വരണ്ടേ എന്നുള്ളതാണ്. ഉമ്മ വിചാരിച്ചത് ഞങ്ങൾ ഇവിടെ എത്തുമ്പോഴേക്കും 1 മണിയാവുമെന്ന് വിചാരിച്ചത്. അവിടെ കടക്കൊക്കെ ചെയ്യാം. പിന്നെ നാളെ ഈ നേരത്തെ നമ്മളോടെ വന്ന് കിടക്കണ സുഖം മേടിക്കണ്ടായില്ലേ. അപ്പൊ നിങ്ങൾക്ക് ഇന്നലെ കുഴങ്ങി വന്നിട്ട് എളുപ്പം ഞങ്ങൾ എത്തി. കാരണം 8:30 നമ്മള് കുടിയിലെത്തി. അലേഹ പിന്നെ ഉറങ്ങോണ്ട്, പിന്നെ ഉറങ്ങണ വരെ ഓള് അങ്ങോട്ടും ഇങ്ങോട്ടും തൊയിലും കെടുത്തിയും കൊണ്ടിട്ട് അല്ലേ ചാടി കളിച്ചോണ്ട് തൊയിലും കെടുത്തല്ല. ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇങ്ങനെ വന്നോണ്ട്, ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇങ്ങനെ ഓള് വന്നോണ്ടിരിക്കും ഗൈസ്. അല്ലേ അലേഹ? അതിൽ കൈ എടുക്കട്ടെ, വീഡിയോ എടുക്കട്ടെ, അപ്പൊ വീഡിയോ എടുക്കട്ടെ. ഇനി എന്നാ നമ്മള് പോവാ? ഇനി നമ്മ പോവാ? കുറച്ച് ദിവസം കഴിഞ്ഞിട്ടല്ല, ഞായറാഴ്ച നമുക്ക് അവിടെ പരിപാടി ഉണ്ട്. ശനി ഞായറും കുറെ ആൾക്കാരൊക്കെ വരുന്നുണ്ട്, കുട്ടിയെ കാണാൻ വരുന്നുണ്ട്. അന്ന് നമ്മുടെ കുട്ടിയുടെ പേരിന്റെ റിവീലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ചെറിയൊരു പ്രോഗ്രാമായിട്ട്
അതില് എന്താണ് നെയിം ബോർഡൊക്കെ വെച്ചിട്ടുള്ള പരിപാടിയാണ്. ശനിയാഴ്ച അപ്പൊ അത് അന്നാ കിട്ടുള്ളൂ എന്ന് പറഞ്ഞത്. എന്തേ ഇന്ന് ഞാൻ വെള്ളി ശനി 2-3 ദിവസം കൂടി ഇടക്കും തിരക്കൊക്കെ നമ്മൾ അങ്ങോട്ട് ഇങ്ങനെ പോയി വരും. ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഗൈസ്. ഇൻഷാ അല്ലാ നാളെ നമുക്ക് ഉമ്മാന്റെ അലേഹന്റെ ഒരു ലൈഫ് എടുക്കാം കേട്ടോ. ഉമ്മാന്റെ അലേഹന്റെ കൂട്ടത്തിൽ ഇന്ത്യ എങ്ങനെയാണ് കുട്ടി ഉള്ളപ്പോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചത്. മറ്റേത് എല്ലാവരും പാടെ ചെയ്യലല്ലേ. ഞാൻ ഇന്നലെ ഇങ്ങനെ ആലോചിക്കുകയാണ്, ഞാൻ ഒറ്റക്കായത് എന്താ ചെയ്യാന്ന്. ഞാൻ മറ്റേ സിനു കുട്ടിനെ നോക്കുമ്പോൾ ഞാൻ നല്ല ഉറക്കം ഉണ്ടാവല്. ഇന്നലെ ഇവിടെ നീച്ച എനിക്ക് വേറെ പാകല്ലല്ലോ. ഞാൻ ഇങ്ങനെ കുത്തിരിക്കുക തന്നെയാണ് ഇവളി നോക്കിയിട്ട്. ഇവളാണെന്നുണ്ടെങ്കിൽ ഇനി നോക്കിയിരിക്കുക. ഇപ്പോഴാണ് മനസ്സിലാവുന്നിൻ്റെ മോളെ ഉറങ്ങാത്തതിൻ്റെ കേട്. മറ്റേതെന്താ വെച്ചാൽ ഞാൻ ഉറങ്ങിക്കോട്ടെ വെച്ചിട്ട് ഓള് ഇന്നെ നീപ്പിക്കലില്ല. ഇവളങ്ങനെ നോക്കിക്കലാണ്. ഇത് ഞാൻ കുറേ നേരം ഇങ്ങനെ നിന്നു. പിന്നെ ഇരുന്നു എൻ്റെ കണ്ണാണെങ്കിൽ ഇങ്ങനെ വീഴുക. എനിക്കാണെങ്കിൽ കുറേ ദിവസമായിട്ട് ഡ്രൈവിങ് തന്നെയല്ല. എൻ്റെ കണ്ണ് ഇപ്പോഴും നേരായിട്ടില്ല കേട്ടോ. വേദനിച്ചിട്ട് അതായത് ദിവസങ്ങളോളം ഞാൻ വണ്ടി ഓടിച്ചുകൊണ്ടേ നിൽക്കുകയാണ്. ഇന്നാണ് എനിക്കൊരു റെസ്റ്റ്. ഇന്ന് ഞാൻ റെസ്റ്റ് എടുക്കാൻ വെച്ചിട്ട് പെരയിൽ നിന്നിറക്കുകയാണ്. വേറെ എവിടേക്കും പോകണില്ല. ഇന്നൊരു ദിവസം റെസ്റ്റ് എടുത്താൽ ഇതാ കണ്ടോ. അന്ന് പിടിച്ചു തന്നില്ലേ? അന്ന് ഉപ്പുജാതിനെ പിടിച്ച് തന്നിരുന്നു കാശ്. നമുക്ക് ഇനി ഒരു ലോങ് യാത്ര പോയാലോ? പെറ്റ് നീറ്റ് വരുമ്പോഴേക്കും അലേനായിട്ട് എവിടേക്കാ പോണ്ടി? ഓപ്ഷൻസ് ഞാൻ തരാം. തമിഴ്നാട്, കൊല്ലം. തമിഴ്നാടിക്ക് പോവാം. എന്താണ് അവിടെ പോയിട്ട് കൊല്ലത്തേക്ക് പോവാം. അവിടെ പോയിട്ട് ആദ്യം ഞങ്ങൾക്ക് എനിക്കൂടെ കുറച്ച് പരിപാടികളുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഇൻഷാ അല്ലാ നമ്മൾ പോവുള്ളൂ. അവിടെ പോകും. ഞാൻ 2 ദിവസം എനിക്ക് അവിടെ പോയിട്ട് നിൽക്കേണ്ട ആവശ്യമുണ്ട്. അതൊക്കെ കഴിഞ്ഞ് നമുക്ക് എന്തായാലും വിടും. അത് ഒതുങ്ങിയിരിക്കണ്ട. ഈ കുട്ടി വീണിട്ട് വെട്ടല്ലോണ്ട് കോടിന്ന് പറഞ്ഞ മക്കളപ്പൊ ഏറ്റ് നടക്കണം. ഇനി നമ്മക്ക് ഉറങ്ങ. ഇതിനെ പിടിച്ച കയ്യിൽ നിന്ന് വാങ്ങിക്കാം. ഉറക്കട്ടെ കൊണ്ടുപോയിട്ട് അപ്പൊക്കൊരു അവ്വാട്ട് അപ്പൊക്കൊരു അവ്വാട്ട് ഉമ്മാക്കൊരു അവ കൊടുക്ക്. അങ്ങനെ ഗൈസ് ഉമ്മയും അലേഹയും എവിടെ പോവാ? പച്ചക്കറി വാങ്ങാൻ വേണ്ടി പോണേ. ഇവിടെ ഇങ്ങോട്ട് പിന്നാലെ പോന്നീന്നല്ലോ. ഈ ഓടി എടുത്തോക്ക. താറ്റാ അലേഹ അങ്ങോട്ടൊക്കെ. അലേഹ എവിടുക്കാ? താറ്റാ അപ്പൊക്കൊരു താറ്റ വേണ്ട. അതിനൊരു കോലുമുട്ടായി വാങ്ങിച്ചു കൊടുക്കട്ടോ. കൊട ചൂടിക്കോളി. വെയിലുള്ളുണ്ട്. ഇപ്പൊ കുളിപ്പിച്ചിട്ടുള്ളു. പനി വരും. സാധനങ്ങൾ വാങ്ങിക്കോളി. എന്താ പൈസ ഞാൻ കൊടുക്കാം. അങ്ങനെ കടയിലൊക്കെ പോയി വന്നു. ഒതുങ്ങിയിരുന്നത് എത്ര റുപ്യായി മാ? എത്ര റുപ്യായി നോക്കട്ടെ. ഇത് 265 റുപ്യ. അല്ലേക്കെ എന്താ വാങ്ങിയേ? 265 അല്ലേ? ഞാൻ കൊടുക്കാം. അത് കഴിച്ചു. അപ്പൊ 2 ആളും കടയിലൊക്കെ പോയി വന്നിട്ടുണ്ട്. ഇനി ഉറങ്ങിക്കോ. കുറച്ചേരം ഉറങ്ങിക്കോ. എനക്ക് അവിടെ കാളായോ? ആദ്യം രസം ഉണ്ടാകുന്നില്ല. നിന്റെ കുട്ടിക്ക് എന്താ മോശം? അവനോട് ചോദിക്ക്. എന്റെ സുന്ദരിയാണ് അത് ഗൈസ്. ഈ രസം ഉണ്ടാവാത്തൊരു കുട്ടി. നോക്കി തലേണൊക്കെ വലിച്ചിട്ടിട്ട് ചെരുപ്പ് ആ വണ്ടിയിലുണ്ടാകും. എടുത്തിട്ട് അതിലേ ഉമ്മാക്ക് എന്തായാലും ഒരാളായി ഗൈസ്. അടുക്കളയിൽ പുതിയ ജോലിക്കാരി ആയിട്ടുണ്ട്. ഇതാ മൂർച്ചല്ലാത്ത കത്തിയാണ് കേട്ടോ. അതുകൊണ്ട് ഉമ്മ ഉള്ളി അരിയണ പോലെ തന്നെ പേരക്കുട്ടി ഉള്ളി അരിഞ്ഞ് ഉമ്മാനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ മുളക് അരിയാൻ കൊടുക്കരുത് കേട്ടോ അതിന്. അലേഹ ഇജെന്താ പണീന്? അവിടെ കയറ്റിരുന്നിട്ടേ അതൊക്കെ വലിച്ചിട്ടിരിക്കും. അപ്പൊ താഴത്തിട്ടിട്ട് 2 ആളും നിലത്തിരുന്ന് ഉള്ളി അരിയാണ്. ഇതാണ്ടോ ഓളം ഉള്ളി അരിയല്ലേ. അപ്പത് നല്ല വിറ്റാണ്. ഞാൻ എവിടേക്കും പോകാത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് ഇന്നെ തരണ്ട് നടക്കും. എന്നാണെന്നുണ്ടെങ്കിൽ ഒന്ന് റെസ്റ്റ് എടുക്കും വേണം. പിന്നെ കുറെ വീഡിയോസ് ബെൻഡിങ് ഇരിക്കുന്നുണ്ട് നമ്മുടെ പ്രൊമോഷൻ വർക്ക്. അപ്പൊ അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാണ്. അതിന്റെ കൂട്ടത്തിലാണ് കേട്ടോ ഗൈസ് ഈ ഒരു വ്ലോഗ് എടുക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാക്കണം. ആകെ 2 ആളല്ലേ ഇവിടെ ഉള്ളൂ. ആർക്കാ ഉണ്ടാക്കുന്നത്? മീനൊക്കെ വാങ്ങിക്കൊടുത്തേക്കുന്നത് ഗൈസ്. നോക്കാ കത്തി കൊണ്ട് കളിക്കല്ലേ. അബ്ബക്ക് കത്തി കൊണ്ടാ. അബ്ബക്ക് കൊണ്ടാ കത്തി. മുട്ടായി കണ്ടോ എടുത്ത്. ഇത് എങ്ങനെ ഈ മുട്ടായി ഒക്കെ ഇവിടെ വരുന്നേ?
ഇനിയാണ് കുഞ്ഞിത്താത്തൻ്റെ പണി. എന്താണ് ചെയ്യുന്നത് വെച്ചാൽ അതന്നെ. ഞാൻ പാത്രത്തിൽ നിന്ന് അത് കൂര താഴത്തേക്ക് ഇടുക. ബാ ഉറങ്ങണ്ടേ? ഇന്ന് രാത്രി ചിന്റെ ഉറക്കയച്ചില്ലെങ്കിൽ ഞാൻ രാത്രി തന്നെ എന്നെ കൊണ്ടാക്കും. ഞാൻ നോക്കോ, ഇന്നും കൂടി എനിക്കൊരു അവസരം ഉണ്ട് കേട്ടോ. അപ്പൊ കളിക്കാൻ ഒരാള് വേണം. പിന്നെ ഒരു കൊട്ട് തിന്നോ? രാത്രി ഓള് തിന്നണില്ല. അപ്പൊ നമ്മള് ചെറുതാക്കി കളിക്കി കൊടുക്കും. രാവിലെ ഒക്കെ ഉച്ചക്ക് ചോറ് തിന്നിക്കൊണ്ടിട്ട് അതിനെ അങ്ങനെ ഓക്കെ ഗൈസ്. അപ്പൊ എന്തായാലും നല്ല രസമാണ്. മറ്റേ ഞാനും ഉമ്മയും മുഖത്തോട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കലാണ്. പലയുള്ളതുകൊണ്ട് നേരം പോകുന്നുണ്ട്. കുഴപ്പമൊന്നുമില്ല. പിന്നെ ഓൾക്ക് സീനും ഇല്ലാത്തതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. മറ്റേ സീനുവിനെ അടക്കം ഞാൻ റൂമിൽ പോയി നോക്കലുണ്ട്. ഇപ്പം അങ്ങനെയൊന്നുമില്ല. അപ്പോൾ ഓളിതാ ഉമ്മൻ്റെ ഒപ്പം ഇവിടെ ഇരുന്നിട്ട് അടുക്കള പണിയിലാണ്. രണ്ടാളാണ് ഇവിടുത്തെ അടുക്കള ജോലിക്കാരി. ഞാൻ അപ്പുറത്തിൻ്റെ വർക്കിലാണ്. അപ്പോൾ ഗ്യാപ്പിൽ ഓരോ വീഡിയോ ഇങ്ങനെ എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. കുറച്ച് ദിവസം നമ്മൾ ഹോസ്പിറ്റൽ കേസായതുകൊണ്ട് കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ പെൻഡിങ് ആയിട്ട് അതെല്ലാം ഇരുന്ന് ചെയ്യുകയാണ്. ഇന്ന് അതിനായിട്ട് ലീവ് എടുത്തിട്ട് മൊത്തം സെറ്റ് ചെയ്ത് ടെൻഷൻ ഫ്രീ ആക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ.